ഒരു സദ്യവട്ടത്തിനൊരുങ്ങുമ്പോൾ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഒരു മാങ്ങാച്ചാർ ഇടണമെങ്കിൽ ഒരു മാങ്ങ എടുത്ത് ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക. നെക്സ്റ്റ് എടുത്തിട്ട് അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വിനെഗറും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും മാങ്ങയുടെ പീസസിലൊക്കെ പിടിച്ച് നല്ല റെഡ് കളറിലായിട്ട് വരും. എന്നിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും തളിച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇതിനിടയിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ, പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വീഡിയോയിൽ പകർന്നില്ല. പിന്നെ ലാസ്റ്റ് 1 സ്പൂൺ തിളപ്പിച്ചാറ്റി വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം, കുറച്ച് ചാറിന് വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വയ്ക്കുക. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇതുപോലെ സദ്യക്ക് വിളമ്പുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി